ഇറാൻ-US വെടിനിർത്തൽ ധാരണയിലെ അനിശ്ചിതത്വം നീളുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന 2 മണിക്കൂർ നീണ്ട ഉന്നതതല യോഗത്തിലും തീരുമാനമായില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് നിർത്താനെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഹോർമുസ് തുറക്കുന്ന വിഷയം അന്തിമ തീരുമാനമാകാത്തതുമാണ് വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നത് വൈകാൻ കാരണം. അതേസമയം തെക്കൻ ഇറാനിൽ വീണ്ടും US ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് നിലവിലത്തെ വിശദാംശങ്ങൾ? അഞ്ജന, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും സുപ്രധാന വിവരങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് IRGCയുടെ ഒരു സൈനികനെ അല്ലെങ്കിൽ ഒരു IRGCയുടെ ഒരു കമാൻഡർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ്. തെക്കൻ ഇറാനിൽ വീണ്ടും ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ, അതായത് വെടിനിർത്തൽ സംബന്ധിച്ച ചില ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനമെത്തിലെത്താനാകാത്ത ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് സമൂഹ മാധ്യമത്തിൽ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയണമെന്നും അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കണമെന്ന നിലപാട് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ചർച്ചകളിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. ചർച്ചകളിൽ അന്തിമ തീരുമാനം വെടിനിർത്തൽ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാശ്വത സമാധാന കരാറും ഉണ്ടാകുന്നതിന് മുന്നോടിയായി 60 ദിവസത്തേക്ക് കൂടി നിലവിലെ വെടിനിർത്തൽ ദീർഘിപ്പിക്കുക എന്നൊരു നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല, മറ്റു വിഷയങ്ങൾ, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം നടത്തിയാൽ അത്തരം ഒരു സമാധാന ധാരണയിലേക്ക് പോകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അമേരിക്ക. അതിന്റെ ഭാഗമായി ഇറാന്റെ ആണവ നിരായുധീകരണവും അതുപോലെ തന്നെ ആണവായുധം ശേഖരിച്ചു വെച്ച ആണവ ഇന്ധനമെല്ലാം തന്നെ നശിപ്പിക്കുന്നതും അതുപോലെ ഹോർമുസ് തുറക്കുന്നതുമായ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകണമെന്ന ഉറച്ച നിലപാടിൽ അമേരിക്ക നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ധാരണയുടെ ഭാഗമായുള്ള വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നതിന് 60 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിനുള്ള തീരുമാനം ഇന്ന് നടന്ന ഉന്നതതല യോഗത്തിൽ, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന ട്രംപിന്റെ യോഗത്തിലും തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ, തുടരും.